ഒരാളെ ഭ്രാന്തമായി ആഗ്രഹിക്കുമ്പോൾ എപ്പോഴും ആ വ്യക്തി വേണമെന്നും കണ്ണിന്റെ മുന്നിൽ നിന്നും മാറാതെ അല്ലെങ്കിൽ കൈയകലങ്ങളിൽ നിന്ന് നീങ്ങാതെ ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു പ്രണയം അല്ലെങ്കിൽ ഈ സ്നേഹബന്ധം ഒരു തരം വാശിയും മനസ്സിന്റെ ഒരു ആസക്തിയുമായി മാറാറുണ്ട്. പക്ഷേ ഇത് മനസ്സിന്റെ തോന്നലാണ്. നമ്മൾ പലപ്പോഴും ഇത് മനസ്സിലാക്കാറില്ല. നമ്മുടെ അഡിക്ഷൻ ആണെന്നുള്ളത്. ചില പ്രണയങ്ങളെ അലട്ടുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നാമത്തേത് പൂർണ്ണമായും അർപ്പിക്കുന്ന നമ്മുടെ കടുത്ത സ്നേഹം ആദ്യം തന്നെ സ്വയം തിരിച്ചറിയണം. നമ്മൾക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ആരോഗ്യവും മനസ്സിന്റെ ശക്തിക്കുമാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് നോക്കിക്കാണണം. മറിച്ച് എപ്പോഴും വേറൊരു വ്യക്തിയുടെ പിറകെയാണോ ഞാൻ നീങ്ങുന്നത് എന്ന് തിരിച്ചറിയുക. അങ്ങനെയാണെങ്കിൽ നമുക്കത് നാളെ അപകടകരമാകും എന്നത് നമ്മൾ തന്നെ തിരിച്ചറിയണം. പ്രണയം ഏറ്റുവാങ്ങുന്ന വ്യക്തിയും ഇതുപോലെ തന്നെ ആസ്വദിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മുടെ സ്നേഹം ഏറ്റുവാങ്ങുന്നതിലൂടെ മുതലെടുക്കുകയാണോ എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹം ഒരു വ്യക്തിയിലുള്ള അധികാരമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സ്നേഹിക്കുന്നവർ ആയാലും പ്രണയിക്കുന്നവരായാലും സ്നേഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിലുള്ള അവന്റെ വ്യക്തി സ്വാതന്ത്ര്യം നിഷേധിക്കാനോ അധികാരം നമ്മൾക്കില്ല എന്ന് മനസ്സിലാക്കണം. ഒരു വ്യക്തിയെ ആ വ്യക്തിയായി കണ്ടുകൊണ്ട് ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനുവദിച്ചുകൊണ്ടും ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യവും പരിഗണനയും കൊടുത്ത് സ്നേഹിക്കുമ്പോൾ മാത്രമാണ് ഒരു പ്രണയബന്ധം അല്ലെങ്കിൽ ബന്ധങ്ങൾ നന്നാവുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. രണ്ടു വ്യക്തികളുടെയും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ പ്രണയം അല്ലെങ്കിൽ ആ സ്നേഹം ഇങ്ങനെയാണ് സ്നേഹിക്കുന്നവർ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതും സ്നേഹബന്ധങ്ങളിൽ സ്വാഭാവികമാണ്. പക്ഷേ അത് തെറ്റെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഇത് മുന്നോട്ട് പോകില്ല എന്നും തിരിച്ചറിയണം. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ കൂടുതൽ കാലം നീണ്ടു നിൽക്കില്ല. ആ ബന്ധങ്ങൾ പിന്നീട് പിരിയുകയാണ് സാധാരണ കാണുന്നത്. പിന്നീട് അത് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ഇങ്ങനെ സ്നേഹിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് തന്റെ ഭാഗത്തു നിന്നുള്ള മനോവികാരങ്ങൾ നിയന്ത്രിക്കേണ്ടതാണെന്ന് തിരിച്ചറിവ് സ്വയം ഉണ്ടാക്കണം. അമിതമായി സ്നേഹിക്കുന്നവർ തിരിച്ചറിയുന്നത് തന്റെ ഭാഗത്തു നിന്ന് മാത്രമായിരുന്നു ഇത്രയും സ്നേഹമുണ്ടായിരുന്നത് എന്നും തനിക്ക് കൊടുത്ത ഒരു സ്നേഹമല്ല തിരിച്ചു കിട്ടിയത് എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. ഞാൻ ഒരുപാട് ത്യാഗം ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഒന്നും എനിക്ക് തിരിച്ചു കിട്ടിയില്ല എന്നൊക്കെ സ്വയം ചിന്തിച്ചു കൂട്ടും. ഞാൻ സ്നേഹിച്ചയാൾ എന്നെ മനസ്സിലാക്കിയില്ല, എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി, എൻ്റെ ഭാവി നഷ്ടപ്പെടുത്തി എന്നൊക്കെ സ്വയം ചിന്തിച്ചു കൂട്ടും. നമ്മുടെ സന്തോഷവും നമുക്ക് വേണ്ട കാര്യങ്ങളും വ്യക്തിപരമായി മാറ്റിവെക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നമ്മളുടെ എല്ലാ സന്തോഷങ്ങളും ഒഴിവാക്കി ആ വ്യക്തിയുടെ പുറകെ സഞ്ചരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. സ്നേഹിക്കുന്നവർക്ക് അവരുടേതായ പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ചെയ്യാനായിട്ട് അവരെ അനുവദിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. സ്നേഹമെന്ന് പറയുന്നത് ഒരാളെ പിടിച്ചു വയ്ക്കുന്നത് അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അവരുടെ ഇഷ്ടങ്ങളുള്ള കാര്യങ്ങൾ എതിർക്കാനോ അല്ലെങ്കിൽ പൂർണ്ണമായും ആ വ്യക്തിയെ നിയന്ത്രിക്കുന്നതോ ആരോഗ്യകരമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി എത്ര വലിയ ബന്ധങ്ങളായാലും, നീണ്ടകാല പ്രണയബന്ധങ്ങൾ ആയാലും ദാമ്പത്യ ബന്ധങ്ങളായാലും ഒരു വ്യക്തിയെ പൂർണ്ണമായും നിയന്ത്രിക്കാനുള്ള അവകാശം നമുക്കില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ മാത്രമാണ്. ഒരു വ്യക്തിയെ നിയന്ത്രിക്കാൻ നമുക്ക് യാതൊരു അവകാശമില്ലെന്നും അത് ആരോഗ്യപരമല്ലെന്നും നമ്മൾ തിരിച്ചറിയണം. ഇവയെല്ലാം നമ്മുടെ കൈകളിൽ ഒതുക്കി ജീവിതം സന്തോഷകരമാക്കാൻ നമ്മൾ പൂർണ്ണമായും വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കൈകടത്തലുകൾ ഒഴിവാക്കുക. നമ്മൾ നമ്മളുടെ കുറവുകൾ മനസ്സിലാക്കി മറ്റുള്ളവരോട് പെരുമാറുക.
ശാരീരികമായാലും മാനസികമായാലും നമ്മുടെ കുറവുകളെ നമ്മൾ സ്വയം കണ്ടെത്തി നമ്മൾ തന്നെ ചികിത്സിക്കുക. തൻ്റെ ഭാഗത്തു നിന്ന് നിയന്ത്രിക്കാൻ കഴിയാത്ത അമിത സ്നേഹം ആണെന്ന് സ്വയം മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുന്നതും സ്വാതന്ത്ര്യമെടുക്കുന്നതും സ്നേഹക്കൂടുതൽ കൊണ്ട് ആണ് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക. സ്വയം ഉള്ളിലേക്ക് തിരിയുക, സ്വയം സ്നേഹിച്ചു തുടങ്ങുക. നമ്മൾ നമ്മളുടെ പങ്കാളിയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ നമുക്ക് നമ്മളോടും ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന് സ്വയം തിരിച്ചറിയുക. നമ്മളെ സ്നേഹിക്കേണ്ടതും സ്വയം പരിഗണിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഒന്നിൽ തന്നെ നോക്കിക്കാണാതെ നമ്മളെ സ്നേഹിക്കുന്ന ചുറ്റുമുള്ളതിനെ നോക്കിക്കാണാൻ പഠിക്കണം. പലപ്പോഴും സ്നേഹബന്ധങ്ങളിൽ തുടരുമ്പോൾ ഒരാളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുകയും പിന്നീട് ആ ബന്ധങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളലുകൾ വന്നാൽ വളരെയധികം വേദനിക്കുകയും ചെയ്യാറുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ നമുക്കെപ്പോഴും കൂടെ നിൽക്കാൻ, കാര്യങ്ങൾ പങ്കിടാൻ ബന്ധങ്ങൾ അത്യാവശ്യമാണ്. തൻ്റെ വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് പതിയെ അവനവന്റെ ബന്ധങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക. ഇത് ഏതൊരു വ്യക്തിയും അർഹിക്കുന്നുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കുക. സ്നേഹം എന്നുള്ളത് ആസക്തിയായി മാറിയാൽ പ്രശ്നം തന്നെയാണ്. ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. തീർച്ചയായും മനസ്സിൻ്റെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ടു പോകുക. ആരും ആരുടെയും അവകാശികളല്ല. അത് വിവാഹം കഴിഞ്ഞാലും വിവാഹം കഴിഞ്ഞില്ലെങ്കിലും. പക്ഷേ സ്നേഹം ശരി തന്നെയാണ്. അത് മറ്റൊരു വ്യക്തിയായും നിങ്ങളായും ആരോഗ്യപരമായി നിലനിർത്തിക്കൊണ്ട് തന്നെ ആവണം ഏതൊരു വ്യക്തിയെയും നമ്മൾ സ്നേഹിക്കേണ്ടത്. മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടതും ഈ വ്യക്തിയിലേക്ക് മാത്രം അർപ്പിതമല്ലാതെ അവരെ മാത്രം നോക്കിക്കണ്ടു മുന്നോട്ടു പോകാതെ തൻ്റെ സൗഹൃദങ്ങളെയും തൻ്റെ താല്പര്യങ്ങളെയും തന്നെ സ്നേഹിക്കുന്നവരെയും തിരിച്ചു സ്നേഹിക്കുക എന്നത് പ്രധാന കാര്യമാണ്.